നീ ഇങ്ങോട്ട് നോക്കൂ. പ്രേമം മറയ്ക്കാനുള്ളതല്ല, പറയാനുള്ളതാണ്. ചിപ്പോ, നിങ്ങൾ പറയട്ടെ എന്ന് പുള്ളി വിചാരിക്കുന്നു, പുള്ളി പറയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനൊന്നുമില്ല മാഡം. കറക്റ്റ് സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അധിക പ്രസംഗി. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ അവരുത്. പറയാന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഒറ്റ കിട്ടും. സമയം നമ്മെ കാത്തു നിൽക്കില്ല. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം. ഒന്നും മിണ്ടാതിരിക്കോ. എങ്ങനെ ആരംഭിക്കണമെന്ന് ഒരുപക്ഷെ മാഡത്തിന് അറിയില്ലേ എന്തോ. അയ്യോ, എനിക്ക് ആഹാരം ഉണ്ടാക്കണം. നാണവും പേടിയൊക്കെ പണ്ടത്തെ കാലത്താ. കണ്ണടച്ചു പിടിച്ച് ഐ ലവ് യു എന്ന് നേർക്ക് പറയുന്ന ഇന്നത്തെ കാലം. അല്ലെങ്കിൽ പിന്നെ ലവ് ലെറ്റർ വേറെ ജോലിയൊന്നും ഇല്ലേടാ നിനക്ക്? ഇതാ ഇവിടെ ഒരു ടാക്സി ഉണ്ട്. ഡ്രൈവർ, പോകാമോ? പോകാം സാർ. കൂണൂർ വരെ പോണം. വൈകുന്നേരത്തേക്ക് മടങ്ങിയെത്താം. വാ കേറ്. വേണ്ടെന്നേ. എന്താ ജാനു, എന്തു പറ്റി നിനക്ക്? എന്തോ പോലിരിക്കുന്നു. തീരെ സുഖമില്ല. നമുക്ക് റൂമിലേക്ക് പോ. സോറി ബ്രദർ. ഇന്നെന്താ നേരത്തെ വന്ന പോലെ തോന്നുന്നു? ലെറ്റർ വന്നോ? ഇല്ല, ഇത് ഞാൻ എഴുതിയ ലെറ്റർ. നിങ്ങൾക്ക് തന്നെ നല്ല ഭാഷയിൽ മനസ്സിൽ തോന്നിയതെല്ലാം ഒരു കവിത പോലെ എഴുതിയിട്ടുണ്ട്. എന്താന്ന് പറ. വായിച്ചു നോക്കൂ പ്ലീസ്. നീ തന്നെ വായിക്ക് പ്ലീസ്. ഞാൻ വായിക്കാനോ? ഞാൻ എഴുതിയത് ഞാൻ തന്നെ ഇങ്ങനെ വായിക്കാനാ? ചമ്മലാവുന്നു. അവിടെ വൈ, വേറെ ആരെങ്കിലും കൊണ്ട് വായിച്ച് കേട്ടോളാം. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് മലയാളം പറയാനേ അറിയൂ. വായനയുടെ കാര്യത്തിൽ പുറകോട്ടാ, അതുകൊണ്ടാ പറഞ്ഞത്. ഓഹോ ശരി, നിങ്ങൾ വായിക്കണ്ട. എഴുതിയ മാറ്റർ എന്താണെന്ന് ഞാൻ പറയട്ടെ. ശരി, പറ. നിങ്ങളുടെ കർണാടക സംഗീതവും എൻ്റെ ഗസലും ഒന്ന് ചേർന്ന എങ്ങനെയുണ്ടാവുമെന്ന് ആലോചിച്ചു പോയി. സഹിക്കില്ല, വൃത്തികേടായിരിക്കും, തീരെ സെൻസ് ഇല്ലാതായിപ്പോയി. മനസ്സിലാക്കാതെ പിന്നെ വേദം, അദ്വൈതം എന്നുള്ള വലിയ കാര്യങ്ങളെ കുറിച്ചാണോ പറയാൻ പോകുന്നത്? പ്രേമം എന്ന് പറയും, ലവ് എന്ന് പറയും. ഇതൊന്നു മാത്രമല്ലേ നിനക്കൊക്കെ അറിയാൻ പറ്റൂ. ലവ് എന്ന് പറയുന്ന 4 അക്ഷരമല്ലാതെ വേറൊന്നും നിനക്കൊന്നും അറിയില്ല. സ്റ്റുപ്പിഡ് വിമൻ. നീയൊക്കെ നിങ്ങളൊരു മൃഗം. മനുഷ്യന്റെ ഗുണങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കാതെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാ എന്റെ തെറ്റ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. മറ്റുള്ളവരുടെ മനസ്സെപ്പോഴും വേദനിപ്പിക്കണം. അതാ നിങ്ങളുടെ സ്വഭാവം, അതാ നിങ്ങളുടെ എയിം. സംഗീതജ്ഞാനം ഉള്ളവര് സാധുക്കളായിരിക്കും, എന്നാ നിങ്ങളോ വെറും കല്ല്. പത്തർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എന്റെ തെറ്റാണ്. You are a sadist. സോറി, ഞാൻ അറിയാതെ എന്തൊക്കെയോ. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഇനി നമ്മൾ തമ്മിൽ ഒരു ചങ്ങാത്തോ ഇല്ല. ശ്രീരഞ്ജനി പ്ലീസ്. നമുക്ക് രണ്ടുപേർക്കിടയിലുള്ള ഈ കഥക് ഇനി ഒരിക്കലും തുറക്കില്ല. ശ്രീരഞ്ജനി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി ശ്രീരഞ്ജനി നിങ്ങളുടെ മുന്നിൽ വരികയില്ല, സംസാരിക്കുകയില്ല. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൾ എന്നെ അപമാനിച്ച ആ ദിവസം മുതൽ ഞാനല്ലാതായി. ഞാനൊരു പണക്കാരനെയാണ് സ്നേഹിച്ചത്, പരദേശിയല്ല. ഞാൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു ജീവിതമല്ല. പ്രേമം, സംഗീതം, യഥാർത്ഥമായ ബന്ധങ്ങൾ, മറക്കാനാവാത്ത ഓർമ്മകൾ, ആത്മാർത്ഥമായ സ്നേഹം എല്ലാം അവിടെ അവസാനിച്ചു. മനസ്സ് കല്ലുപോലായി. ഒടുവിൽ ഇവിടെ വന്നെത്തി. അതൊക്കെ ശരിയാ, പക്ഷെ എന്റെ ചോദ്യത്തിന് ഇതൊരു ഉത്തരം ലഭിച്ചില്ല. എന്താ അത്? എല്ലാം ചിരിച്ച ഉത്തരം പറയണ്ടേ?
ഹലോ, ആരാണ്? समुंदर बार बार आता है टकराता है साहिल से. ആരാണ് നിങ്ങൾ? സമുന്ദർ ബാർ ബാർ ആത്താ ഹെ റെഡ്ഡി ഫ്രം ഹൈദരാബാദ്. നിങ്ങളുടെ ഫാൻ ആരാധന.